സ്വകാര്യ ആശുപത്രി നഴ്സുമാരുടെ സമരത്തിൽ UNA ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് തൊഴിൽ വകുപ്പ്. ഈ മാസം 30-ന് ലേബർ കമ്മീഷണറുടെ മധ്യസ്ഥയിലാണ് ചർച്ച നടക്കുക. അജി കുഞ്ഞുമോനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അജി, ഗുഡ് ആഫ്റ്റർനൂൺ അഗെയിൻ. ഈ നഴ്സസ് സമരത്തിൽ വീണ്ടും ഒരു ചർച്ച കൂടി നടക്കുകയാണ്. എന്താണ് ഇതിലൊരു പ്രതീക്ഷ? അജി, ഇപ്പോൾ നേരത്തെ ഒരു ഘട്ടത്തിൽ ഈ സമരം അവസാനിച്ചിരുന്നു. ഇത് ഈ ഒത്തുതീർപ്പിന് തയ്യാറാകാത്ത മാനേജ്മെന്റുകൾക്കെതിരെ വീണ്ടും അവർ ഈ സമരവുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലല്ലേ UNA വീണ്ടും തൊഴിൽ വകുപ്പ് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്? അമൽ, ഈ നേഴ്സുമാരുടെ സമരം വലിയ തലത്തിൽ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടം കൂടിയാണ് ഈ കാലഘട്ടം. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഈ ചർച്ച അനുനയത്തിലൂടെ പരിഹരിക്കുക എന്നുള്ള ഒരു നീക്കമാണ് തൊഴിൽ വകുപ്പും ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ മാസം 30-ാം തീയതി ലേബർ കമ്മീഷണറുടെ മധ്യസ്ഥയിലാണ് ചർച്ച വിളിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കത്തും UNA പ്രതിനിധികൾക്ക് കൊടുത്തിട്ടുണ്ട്. UNAയുടെ ഭാഗത്തു നിന്നും 2 പേരും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും 2 പേരുമാണ് ഈ 2 പ്രതിനിധി സംഘവുമാണ് ഈ ചർച്ചയ്ക്ക് വേണ്ടി എത്തേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് 26 ആശുപത്രികളാണ് നിലവിൽ സംസ്ഥാനത്ത് നേഴ്സുമാരുടെ സമരമുള്ളത്. ആ 26 ആശുപത്രികളുടെ വലിയ തലത്തിൽ ഈ നേഴ്സുമാരുടെ സമരത്തെ അത് കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. 26 ആശുപത്രികളിലെ ചില ആശുപത്രികളിൽ മാനേജ്മെന്റുകൾ ഇന്ന് ഈ നേഴ്സുമാരുടെ സംഘടനയിലെ പ്രതിനിധികളുമായിട്ട് ചർച്ചയ്ക്ക് മുന്നോട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് മുതൽ അവർ അനിശ്ചിതകാലം മുതൽ പണിമുടക്ക് നടത്തുകയാണ്. അപ്പോൾ അത് വലിയ തലത്തിൽ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ അടിയന്തരമായി ഇടപെടണം എന്ന് മാനേജ്മെന്റും ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. 30-ാം തീയതി ചർച്ചയാണ്. ഈ ചർച്ചയിൽ ഒരു അനുരഞ്ജനം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് നേഴ്സുമാരുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും എടുത്തു പറയേണ്ടത്. സർക്കാർ നിശ്ചയിച്ച അടിസ്ഥാന ശമ്പളം നൽകാൻ കഴിയില്ല എന്നാണ് ഈ 26 ആശുപത്രികളും പറയുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ആശുപത്രികളുടെ സമരങ്ങളെല്ലാം തന്നെയും പിൻവലിച്ചു. അതായത് ഇപ്പോൾ സമരം നടക്കുന്ന ഈ 26 ആശുപത്രികളും കത്തോലിക്ക സഭയുടെ കീഴിലുള്ള ആശുപത്രികളും ഒപ്പം തന്നെ വൻകിട കോർപ്പറേറ്റ് ഗ്രൂപ്പിന്റെ കീഴിൽ വരുന്ന ആശുപത്രികളിൽ മാത്രമാണ് ഇപ്പോൾ സമരം നടക്കുന്നത്. ഇവരുമായിട്ടാണ് ഈ മാസം 30-ാം തീയതി ലേബർ കമ്മീഷൻ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. അമൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.